ദീപക് ധർമ്മടം ചേരുന്നു. ദീപക്, അവലോകന യോഗം എങ്ങനെ പുരോഗമിക്കുന്നു? ഈ ചൂരൽമലയ്ക്ക്, ഈ മുണ്ടക്കയ്ക്ക് എന്താണ് അടുത്തത് എന്നറിയാത്ത ഒരു പകപ്പ് അവിടെ ബാക്കിയുള്ള മനുഷ്യർക്കുണ്ട്, ഒരുപാട് പേർ പോയെങ്കിലും. അപ്പോൾ അതുകൂടി ഈ യോഗം അഡ്രസ്സ് ചെയ്യുന്നില്ലേ ദീപക്? തീർച്ചയായും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഹാഷ്മി, ഗോപി, അല്പം മുൻപ്, അതായത് ഈ ഉദ്യോഗസ്ഥ യോഗം ചേരുന്നതിന് മുമ്പ് റെസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രി എത്തിയ ഉടനെ തന്നെ ഒരു അവൈലബിൾ ക്യാബിനറ്റ് പോലെ നിലവിലുള്ള എല്ലാ മന്ത്രിമാരും, ഇവിടെ സ്ഥലത്തുള്ള എല്ലാ മന്ത്രിമാരെയും മുഖ്യമന്ത്രി വിളിച്ചു. ചീഫ് സെക്രട്ടറിയും ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ പ്രധാനമായുമുള്ള തീരുമാനം തിരച്ചിൽ തുടരുക, ശാസ്ത്രീയമായി തുടരുക, രാജ്യത്ത് ലഭ്യമായ തിരച്ചിൽ സംവിധാനങ്ങൾ, രക്ഷാപ്രവർത്തനത്തിനുള്ള സംവിധാനങ്ങൾ സൈന്യവുമായി ഏകോപിപ്പിച്ചുകൊണ്ട് സാധ്യമായതെല്ലാം ചെയ്യാനുള്ള നിർദ്ദേശം ചീഫ് സെക്രട്ടറിക്ക് നൽകി. മറ്റൊന്ന്, 4 മന്ത്രിമാർ ഇവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചു. അത് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ചു. ഒന്ന് OR കേളു, അതുപോലെ തന്നെ ജില്ലയുടെ ചുമതലയുള്ള AK ശശീന്ദ്രൻ, റവന്യൂ മന്ത്രി K രാജൻ, അതുപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. ഈ 4 മന്ത്രിമാരും തിരച്ചിൽ തീരും വരെ, അതായത് 1 മാസം തിരച്ചിൽ തുടരുകയാണെങ്കിൽ അത്രയും കാലം 4 മന്ത്രിമാരും ഇവിടെ തുടരണം എന്നുള്ള നിർദ്ദേശമാണ് മന്ത്രിമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി നൽകിയത്. ഈ യോഗ തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥ അവലോകന യോഗം ചേരുന്നത്. ഉദ്യോഗസ്ഥ യോഗത്തിൽ ചീഫ് സെക്രട്ടറി, DGP ദർവേഷ് സാഹിബ്, ഈ ചുമതലയുള്ള, ഇതിന്റെ ഏകോപന ചുമതലയുള്ള ADGP MR അജിത് കുമാർ, അതുപോലെ തന്നെ ഇൻസിഡന്റ് കമാൻഡായി പോലീസ് തീരുമാനിച്ചിരിക്കുന്ന നോർത്ത് സോൺ IG K സേതുരാമൻ തുടങ്ങിയ വിവിധ വകുപ്പുകളിലെ ജില്ലാ മേധാവിമാരും അതുപോലെ തന്നെ മേഖലാ മേധാവിമാരും ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രക്ഷാപ്രവർത്തനം തന്നെയാണ്. NDRFന്റെ IG കാലത്ത് സംസാരിച്ച സമയത്ത് പറഞ്ഞത് മോസ്റ്റ് ക്രിട്ടിക്കൽ ടെറൈൻ എന്നാണ്. അതായത് റിസ്കി ഓപ്പറേഷനാണ് ഇവിടെ, റെസ്ക്യൂ ഓപ്പറേഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. രക്ഷാപ്രവർത്തനം പോലും അപകടകരമാവുന്ന ഒരു ടെറൈനാണ്. അതുകൊണ്ട് തന്നെ വലിയ അളവിൽ സമയമെടുത്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം തുടരുന്നത്. പക്ഷേ എന്നാൽ പാലം ഇന്ന് പൂർത്തിയാകുന്നതോടുകൂടി രക്ഷാപ്രവർത്തനത്തിന് ആക്കം കൂട്ടും. മറ്റൊരു കാര്യം, 6 JCBയോളം ഈ ഐസൊലേറ്റ് ചെയ്യപ്പെട്ട മേഖലയിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി ഫലം കാണുന്നതായിരിക്കും. മറ്റൊരു കാര്യം, ADGP പറഞ്ഞത് ഈ നിലമ്പൂരിൽ നിന്നും ചാലിയാറിൽ കുറുകെ ഇങ്ങോട്ടേക്ക് ഡൈവേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ ബോട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. കാരണം ഈ ശരീരാവശിഷ്ടങ്ങൾ സൂചിപ്പാറയിൽ അപ്പുറത്തേക്ക് ഛിന്ന ഭിന്നമായി കിട്ടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പരിശോധന നടത്തണം. ഏതായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ മന്ത്രിമാരുടെ യോഗത്തിൽ ചർച്ച ചെയ്തു. അതിന്റെ തുടർച്ചയായി ഇന്ന് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരോട് അവലോകന യോഗത്തിൽ തുടർന്നുള്ള നിർദ്ദേശങ്ങൾ നൽകും. ഇതിനുശേഷം 11:15, നേരത്തെ 11:30ക്കാണ് തീരുമാനിച്ചത്, 11:15 സർവകക്ഷി യോഗം ചേരും. അതിനുശേഷം മുഖ്യമന്ത്രി കൊണ്ടുപോകേണ്ടി വരും, എത്ര പേരെ കാണാതായിട്ടുണ്ട് എന്നതിന്റെ ഒരു കൃത്യം കണക്ക് ലഭിക്കുമ്പോഴാണല്ലോ രക്ഷാദൗത്യം എത്ര നീളുമെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാവുക. രാവിലെ റവന്യൂ മന്ത്രി K രാജൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോഴും അതിലൊരു വ്യക്തതയുള്ള കണക്കില്ല കാണാതായവരെ കുറിച്ചെന്നാണ്. ഈ കാര്യം ചർച്ചയായിരുന്നു. ഇതിൽ കൃത്യമായി പറഞ്ഞാൽ ഒരു വില്ലേജ് പൂർണ്ണമായും ഡിമോളിഷ് ചെയ്യപ്പെട്ട, വാനിഷ് ചെയ്യപ്പെട്ട ഒരു സാഹചര്യം. ആ വില്ലേജിലുള്ള റവന്യൂ കണക്ക് പ്രകാരമുള്ള, റേഷൻ കാർഡ് ഇഷ്യൂ ചെയ്ത കണക്ക് പ്രകാരമുള്ള കണക്കുകൾ അത് പരിശോധിച്ചാൽ തന്നെ ഇനിയും എത്രയോ പേരെ കിട്ടാനിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, അവിടെ എത്തിയവർ, പുറത്തുനിന്ന് എത്തിയവർ, അന്യസംസ്ഥാന തൊഴിലാളികൾ, അത്തരത്തിൽ കൃത്യമായ ശാസ്ത്രീയമായ ഒരു കണക്കില്ല. നിലവിൽ ലഭ്യമായ കണക്ക് റവന്യൂ വകുപ്പിന്റെ കയ്യിലുള്ള കണക്കാണ്, സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ ഉള്ള കണക്കാണ്, വോട്ടർ പട്ടികയാണ്. അതായത് ഒരു വില്ലേജ് ആകെപ്പാടെ ഇല്ലാതായി മാറി എന്ന് പറയുമ്പോൾ അത് വലിയ അംഗസംഖ്യ കൂടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഗോപി, ഏതായാലും ഇതെല്ലാം തന്നെ ഈ അവലോകന യോഗത്തിൽ ചർച്ച ചെയ്യുകയാണ്. രാജ്യത്ത് ലഭ്യമായ ഏതെങ്കിലും മറ്റു സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ സൈന്യവുമായി ഏകോപിപ്പിച്ചുകൊണ്ട് അതുകൂടി ലഭ്യമാക്കാൻ വേണ്ടിയാണ് മന്ത്രിമാരുടെ യോഗത്തിൽ ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. മാത്രവുമല്ല 4 മന്ത്രിമാർ ഇതിന്റെ ഏകോപനത്തിന് വയനാട്ടിൽ തന്നെ തുടരാൻ ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗോപി, 11:15 സർവകക്ഷി യോഗം ചേരാൻ പോവുകയാണ്. യോഗശേഷം മുഖ്യമന്ത്രി ദുരന്തഭൂമിയിലേക്ക് എത്തും. അവിടെ ഈ ബെയിലിപ്പാൽ നിർമ്മാണം മുഖ്യമന്ത്രി സന്ദർശിക്കും. അതിനുശേഷം സൈന്യത്തെ നേരിൽ കാണും. നേരത്തെ ദീപക് ധർമ്മടം പറഞ്ഞതുപോലെ രാജ്യത്ത് ഈ തെരച്ചിലിന് ആവശ്യമായ എന്തൊക്കെ സംവിധാനം ലഭ്യമാകുമോ ആ സംവിധാനമൊക്കെ എത്തിച്ച് ഈ തെരച്ചിൽ എത്ര കാലത്തേക്കും തുടരാനാണ് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം. ചീഫ് സെക്രട്ടറി നൽകിയ നിർദ്ദേശം ആ കാലം അത്രയും 4 മന്ത്രിമാർ അവിടുത്തെ തുടരണം എന്ന നിർദ്ദേശം കൂടി മുഖ്യമന്ത്രി നൽകുന്നു. ഇനിയിപ്പോൾ ദുരന്ത സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി എത്തുകയും ചെയ്യുകയാണ്. മന്ത്രിമാർ വയനാട്ടിൽ തുടരും എന്ന വിവരം കൂടി ഇപ്പോൾ അറിയാൻ കഴിയുന്നു. നമ്മൾ ഇതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ ഈ ദിവസങ്ങൾ കാണുന്നുണ്ട്. ആകാശ ദൃശ്യങ്ങൾ, ഓരോരോ ആകാശ ദൃശ്യങ്ങളും ഏത് രീതിയിലാണ് മലമുകളിൽ നിന്ന് പൊട്ടിയെത്തിയ ഉരുൾ, 3 ഉരുളുകൾ ഒരു നാടിനെ അപ്പാടെ ഇല്ലാതാക്കിയത്, അപ്പാടെ തുടച്ചെടുത്തത് എന്ന കാര്യം ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്.